ലോകത്തിൽ പ്രധാനമായും രണ്ട് തരത്തിലുള്ള ആളുകളാണുള്ളത്. അതിലൊന്ന് ദൈവവിശ്വാസികളായിട്ടുള്ള ആളുകളാണെങ്കിൽ, രണ്ടാമത്തേത് ദൈവത്തിൽ വിശ്വാസമില്ലാതെ നിരീശ്വരവാദികളായി തുടരുന്ന ഒരു കൂട്ടം ആളുകളായിരിക്കും. ഈ അടുത്ത കാലത്തായി ഇവർ രണ്ടിലും പെടാതെ സാത്താനെ ആരാധിക്കുന്ന അല്ലെങ്കിൽ സാത്താൻ സേവ ചെയ്യുന്ന ഒരു കൂട്ടരുമുണ്ടെന്ന് അറിയാൻ കഴിയുന്നു. നിരീശ്വരവാദികൾ പൊതുവെ ഈ രണ്ട് വിശ്വാസത്തെയും ശ്രദ്ധിക്കാറില്ല. അവർ യുക്തിക്ക് മാത്രം പ്രാധാന്യം കൊടുത്ത് ജീവിക്കുന്നു. പ്രശസ്ത നിരീശ്വരവാദിയും ബ്രിട്ടീഷ് പരിണാമ ശാസ്ത്രജ്ഞനുമാണ് റിച്ചാർഡ് ഡോക്കിൻസ്. അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ LBC എന്ന മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ തന്റെ ഒരു ആശങ്ക മുമ്പോട്ട് വെച്ചിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാനൊരു വിശ്വാസിയല്ല, പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വന്നാൽ ക്രിസ്തു വിശ്വാസമായിരിക്കും ഞാൻ തിരഞ്ഞെടുക്കുക. ഓർക്കണം, അദ്ദേഹത്തിന്റെ ഒരു ഫേമസ് ബുക്കിന്റെ പേര് ഗോഡ് ഡെലൂഷൻ എന്നാണ്. പല നിരീശ്വരവാദികളായിട്ടുള്ള ആളുകളും യുക്തിവിശ്വാസികളും ഒക്കെ തങ്ങളുടെ ചിന്തകൾ ഉയർത്തിക്കാട്ടാൻ കൂട്ടുപിടിക്കാറുള്ള ഒരു പുസ്തകമാണിത്. ഇത്തരത്തിൽ ബുക്കുകളൊക്കെ എഴുതിയിട്ടുള്ള ഈ വ്യക്തി പറഞ്ഞത് ഇപ്രകാരമാണ്: ലണ്ടനിലെ പ്രശസ്തമായ ഓക്സ്ഫോർഡ് തെരുവിൽ ഈസ്റ്റർ അലങ്കാരങ്ങൾ നടത്താതിരുന്നത് തന്നെ ഒരുപാട് അത്ഭുതപ്പെടുത്തിയെന്നും ക്രൈസ്തവ വിശ്വാസത്തിനെതിരായി ഉയരുന്ന വെല്ലുവിളികൾ ഏറെ ഭയാനകമാണ് എന്നും ഡോക്കിൻസ് പറഞ്ഞു. ക്രിസ്തീയ വിശ്വാസം അടിസ്ഥാനപരമായി ഒരു മാന്യമായ മതമായി ഞാൻ കരുതുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2018 സമാനമായ പ്രതികരണം ഡോക്കിൻസ് നടത്തിയിരുന്നു. ഇതിന് കാരണമായി ക്രിസ്ത്യൻ രഹിത യൂറോപ്പ് അപകടത്തിലേക്ക് നയിക്കുമെന്ന സൂചനയാണ് അദ്ദേഹം നൽകിയിരുന്നത്. കടുത്ത നിരീശ്വരവാദിയായ റിച്ചാർഡ് ഡോക്കിൻസിന്റെ ഈ വിലയിരുത്തൽ നിരീശ്വരവാദികൾക്കിടയിൽ പോലും വലിയ ചർച്ചകൾക്ക് വഴിതെളിച്ചിട്ടുണ്ട്.